ഭക്ഷ്യയോഗ്യമായ കിഴങ്ങുകൾ തേടിയുള്ള യാത്ര ഇവിടെ തുടരുന്നു. പാൽച്ചേമ്പ് കൊണ്ട് അമ്മ എനിക്ക് മോരുകറി വെച്ച് തരലുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പാൽച്ചേമ്പ് മോരുകറി വെച്ചത് എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇതെന്താണെന്ന് അറിയോ? ഇല്ല. ഇതാണ് കാവത്ത്. ഓ, കേട്ടിട്ടുണ്ട്. എനർജി ബൂസ്റ്റർ. ചേന. അടിപ്പാറ, നടുവടി, മേലേക്കുട. രണ്ടു തരത്തിലുണ്ട്, ചുവപ്പും വെള്ളയിലും. മധുരക്കിഴങ്ങെന്ന് പറയും. അതെയോ? ഉപയോഗിക്കുന്ന പ്രധാന കിഴങ്ങാണ് കൂർക്ക. അതെ, തലനുള്ളി വെച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതിന്റെ കറിയും ഉപ്പേരിയും ഒക്കെ എനിക്ക് ഇഷ്ടമാണ്. ഇതാണ് ചിക്കൻ കറിയിലെ താരം, ഇഞ്ചി. എന്റെ വീട്ടിലും ഇഞ്ചി കൃഷിയുണ്ട്. ഇഞ്ചി ദഹനത്തിന് സഹായം. ചിക്കൻ കറിയിലെ കേവൻ. ിലെ പൊന്നമ്മ എന്ന കളങ്ങത് കേട്ടിട്ടുണ്ടോ? ഓ, മഞ്ഞളല്ലേ? മഞ്ഞളില്ലാത്ത കറിയുണ്ടോ? ഉരുളക്കിഴങ്ങ്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കിഴങ്ങ്. ബീട്രൂട്ട്. രക്തം വർദ്ധിപ്പിക്കും. ഉള്ളി. സവാള എന്നും പേരുണ്ട്, ഭക്ഷ്യയോഗ്യം. ചേന. ഇലയും ഭക്ഷ്യയോഗ്യം, കരൾ ശക്തി വർദ്ധിപ്പിക്കുന്നു. വെളുത്തുള്ളി. കൊളസ്ട്രോൾ കുറയ്ക്കും. ചെറിയുള്ളി. ചെറിയുള്ളിക്ക് ധാരാളം ആരോഗ്യ ഗുണങ്ങളുണ്ട്. ചേമ്പ്. കാൽസ്യം, ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട്. വിറ്റാമിൻ എ ധാരാളമുണ്ട്, കണ്ണിന് നല്ലത്. കാരറ്റ്. നമസ്കാരം, ഞാനിന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് കിഴങ്ങ് വർഗ്ഗങ്ങളെ കുറിച്ചാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കപ്പ. ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് വേഗം ഊർജം നൽകുന്നു. ഗ്ലൂട്ടൻ ഇല്ലാത്തതിനാൽ അലർജിയുള്ളവർക്ക് അനുയോജ്യം. ഇതിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് സമൃദ്ധം, ചെറുതും വലുതുമായ കിഴങ്ങുകൾ. ഇതുപോലെ നിരവധി കിഴങ്ങുകളുണ്ട്. മഞ്ഞൾ, ഇഞ്ചി, ചേമ്പ്, ചേന. അടുത്തതായി നാം പരിചയപ്പെടുത്താൻ പോകുന്നത് മധുരക്കിഴങ്ങ്. ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് വിറ്റാമിൻ സി, ഫൈബർ, ആൻറ്റി ഓക്സിഡൻറ്റ് നിറഞ്ഞത്. കുട്ടികൾക്കും രോഗികൾക്കും നല്ലൊരു ഭക്ഷണം. താങ്ക് യു. അറിഞ്ഞാൽ ഇത്തിരി, അറിയാൻ ഒത്തിരി.